സ്വർണം പോകുന്ന ഒരു സംഭവങ്ങൾ മൈക്കൊന്ന് പറഞ്ഞു. ഇപ്പം ലാസ്റ്റ് ഒരു 13 പവന്റെ ദണ്ട് കാണാതെ പോയി, പിന്നെ അത് കിട്ടി. എങ്ങനെ ആളാരാണ്, എങ്ങനെയാണ് പോയത്? ഇത്ര സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലമാണ്, ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നുണ പരിശോധനയ്ക്ക് ജീവനക്കാരെ വിധേയമാക്കാൻ പോലീസ് പോകുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അത് വെളിയിൽ പോയിട്ടില്ല, അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് കിട്ടിയത്. 13 പവനുണ്ടായിരുന്നു, 107 ഗ്രാം. അത് മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് തിരിച്ചു കിട്ടിയത്, വെളിയിൽ പോയിട്ടില്ല. പക്ഷെ എങ്ങനെ മണ്ണിനടിയിൽ പോയി? മണ്ണിൻ്റെ അടിയിൽ പോയിന്ന അത് ബാഗ് വീണ് താഴെ വീണെന്നാണ് അറിഞ്ഞത്. എന്തായാലും വെളിയിൽ പോയിട്ടില്ല. സംശയം ആരും മനഃപൂർവ്വമായിട്ട് എടുത്തുകൊണ്ട് പോകാനോ ഒളിച്ചു വെക്കാനോ ഒരിക്കലും ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. എന്തോ ബാഗ് പൊത്തിട്ട് അതിൽ കൂടെ വീണമെന്നാണ് അവസാനം കിട്ടിയ അറിവ്. തുണി ബാഗ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറയുന്നുണ്ടോ? പോലീസ് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ഇപ്പോൾ പോലീസ് പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴെക്കൂടത്തിനാണ് ഉദ്ദേശം ഒരു 25 കിലോ അരി നെല്ല് ഓരോ താഴെക്കൂടത്തിലും ഫില്ലിയിട്ടുണ്ട്. അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് നെല്ല് ഫില്ല് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പലപ്പോഴും ഇവർ പുറത്തേക്ക് പോകുന്ന വസ്തുക്കൾ, അതായത് ക്ഷേത്രത്തിൽ നിന്ന് കാണാതെ പോലും തിരിച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒറിജിനൽ ആണോ പഴയതാണോ നമ്മൾ പരിശോധിച്ചിട്ടാണോ നമ്മൾ അടുത്ത്? എല്ലാം പരിശോധിച്ചിട്ടാണ് വെക്കുന്നത്. എല്ലാം പൂവട്ടകൾ ഉൾപ്പെടെയുള്ള കാര്യം, പൂവട്ട മറ്റേ ഉരുളി, അതെ അത് എല്ലാവരും നോക്കിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.